നോമ്പ് മുറിക്കാൻ ഉമ്മ നമ്മുടെ കൂടെ ഇരിക്കാറുണ്ടാവും. കരിച്ചതും പൊരിച്ചതും ഉച്ച മുതലാക്കിയിട്ട് ഉണ്ടാ ഇരിക്കാറുണ്ടോ? ഇല്ല. എന്റെ ഉപ്പാക്ക് ചൂടുള്ള ചായ എടുക്കട്ടെ, എന്നിട്ട് ഒരു ഈത്തപ്പഴം തിന്നിട്ട് അള്ളാഹു അലക്ക സുൽത്ത് ചൊല്ലിയിട്ട് ചായ എടുക്കാൻ വേണ്ടി പോകുമ്പോ കടിയെല്ലാം കാലിയായിട്ടുണ്ടാവും. ഉമ്മ കയ്യിൽ പരിഭവം ഉണ്ടാവും. മക്കള് തന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. ഒരു 2 പത്തലും കറിയൊക്കെ ഒഴിച്ചിട്ട് ചായ എടുത്തിട്ട് ആ 3:30 എണീച്ചിട്ട് മെഷീൻ പോലെ അടുക്കളയിൽ പുകയിൽ വർക്ക് ചെയ്ത, എഞ്ചിൻ പോലെ വർക്ക് ചെയ്ത ആ സാധു പെണ്ണുങ്ങൾ, ആ ഉമ്മ, നമ്മുടെ പൊന്നുമ്മ തിന്നാനിരിക്കുമ്പോഴായിരിക്കും നമ്മള് റൂമിൽ നിന്ന് കരയുന്നുണ്ടായാലും 1.5 വയസ്സിൽ 1 വയസ്സിലൊക്കെ. ആ ഉമ്മ നമ്മളെ അടുത്തേക്ക് വരുമ്പോ കാഷ്ടിച്ച് മൂത്രയിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ടാവും. നമ്മള് പമ്പേഴ്സ് ഒന്നും അന്നില്ല ഉണ്ടാ. അങ്ങനെ നമ്മളെ വൃത്തിയാക്കാൻ വരുമ്പോ ഉമ്മ മൂക്കിന് കൈവെക്കോ? കാഷ്ടവും മൂത്രവും മണത്തിട്ട് ദുർഗന്ധം കൊണ്ട് ജീവിതത്തിൽ വെച്ചിട്ടുണ്ടാവില്ല. അവർക്കെന്തോ മണക്കൂല, അതന്നെ അതിന്റെ സംഭവം. അതെന്തോ ഒരു സംഭവം, അവർക്കത് മണക്കൂല. ഉമ്മ ലാനത്തൊന്നും ചെയ്യൂല, ഉമ്മ ശപിക്കുകയും ചെയ്യില്ല. മോനെ കുഞ്ഞിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹിച്ചിട്ടുള്ള വാക്കും പറഞ്ഞു.